നമ്മുടെ എഞ്ചിൻ ഓയിൽ ഒരു പരിധിക്ക് മേളിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ പാർട്സിനൊക്കെ തേയ്മാനം ഭയങ്കരമായിട്ട് കൂടുക. അപ്പോൾ അങ്ങനെയുള്ള തേയ്മാനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ ഓയിൽ തണുപ്പിക്കാൻ വേണ്ടി എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഓയിൽ കൂളർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ കൂളർ എങ്ങനെയാണ് എഞ്ചിൻ ഓയിൽ തണുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂളൻ്റ് ഇതിനിപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ കൂളൻ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഓയിലിൽ ടെമ്പറേച്ചർ ഹൈ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കൂളൻ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് കണ്ടോ, ഈ വഴിയാണ് കൂളൻ്റ് പാസ്സാവുന്നത് കണ്ടോ. ഈ വഴിയൊക്കെ ആകെ ബ്ലോക്കായി കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, മണ്ണ് പോലിരിക്കുന്നുണ്ടോ കണ്ടോ. ഇത് മണ്ണൊരിട്ടേക്കണമെന്നില്ല കേട്ടോ, നമ്മളെ എഞ്ചിനകത്ത് നിന്ന് വരുന്ന കണ്ടോ മെറ്റൽ പ്ലേറ്റ്സൊക്കെ ഈ ഓരോ മെറ്റലൊക്കെ തേയ്മാനം വന്നിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ, വേസ്റ്റ് കാണുന്നത്. ഇത് കംപ്ലീറ്റ് കയറി ബ്ലോക്കായിപ്പോയി കണ്ടോ. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓയിൽ കൂളർ കംപ്ലയിൻറ്റ് വരും. ഓയിൽ കൂളർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ പാർട്സിന് തേയ്മാനം കൂടുതൽ വരും. 1,00,000 കിലോമീറ്റർ ഓടുന്നൊരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അത് നേരെ പകുതി ഒരു 50,000 കിലോമീറ്ററിൽ പരിപാടി തീരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കാരണം കൊണ്ട് വരും കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂളറിനൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ കൂളർ ചേഞ്ച് ചെയ്യുക. ഇനി എഞ്ചിൻ ഓയിൽ കൂളറിനൊരു കമ്പനി വരായിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കൂളൻ്റ് യൂസ് ചെയ്യുക കേട്ടോ. കൂളൻ്റ് കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്യുക, കറക്റ്റായിട്ട് കൂളൻ്റ് യൂസ് ചെയ്യുക, പച്ചവെള്ളം ഒഴിച്ചിട്ട് വണ്ടി പിടിക്കാതിരിക്കുക. അങ്ങനെ പിന്നെ മാർക്കറ്റിൽ ഒരുപാട് മറ്റേ പൊടി മിക്സ് ആക്കിയിട്ടുള്ള കൂളൻ്റുകൾ കിട്ടാറുണ്ട്. നല്ല പ്രോപ്പറായിട്ടുള്ള കൂളൻ്റിനെ മേടിച്ച് ഒഴിക്കുക. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ കൂളൻ്റൊക്കെ മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കൂളൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം ഞാനിപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ.